എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ എൽഡർ ആണെങ്കിൽ ആ ഒരു അകനെ അവിടേക്ക് വിളിക്കും. ഡണ്ടയോട് ഇഷ്ടമുള്ള വരം അത് ചോദിക്കാനായിട്ട് പറയാണ്. സോ വജീറ്റ പറഞ്ഞതനുസരിച്ച് ആദ്യത്തെ വരമായിട്ടുള്ള നശിച്ചുപോയ ഭൂമിയെയും അതിലുള്ള ജനങ്ങളെയും തിരികെ കൊണ്ടുവരാനായിട്ട് പറയും. അത് കേട്ട ഡ്രാഗൺ പറയും, ഇത് വളരെ എളുപ്പമാണ്, എനിക്ക് എത്രയും വേഗം ചെയ്യാൻ കഴിയും. ഡണ്ടയ്ക്കും നമ്മുടെ ആൾക്കാർക്കും അത് കേട്ട് ഒത്തിരി സന്തോഷം. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഇപ്പൊ ഭൂമിയെ പഴയതുപോലെ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. സുപ്രീം കായ്ക്കും എൽഡർ കായ്ക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഡ്രാഗൺ ആണെങ്കിൽ രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. ആണെങ്കിൽ ആദ്യം അത് മറന്നുപോകും. പിന്നീട് കഷ്ടപ്പെട്ട് ആലോചിച്ചെടുത്ത് ഇപ്പൊ അതിനോട് പറയും. രണ്ടാമത്തെ ആഗ്രഹം ബോവും പിപിടിയും അവർ കൊന്നുകളഞ്ഞ നല്ലവരായിട്ടുള്ള ആൾക്കാരെ തിരികെ കൊണ്ടുവരണം. അതിന് ഡ്രാഗൺ പറയും, ഓക്കെ, പക്ഷെ ഒരു അല്പസമയം ഇതിന് ആവശ്യമാണ്. ഓൾറെഡി ഒരുപാട് പേരെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ചെയ്യാനായിട്ട് ആരംഭിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സൈറ്റാൻ ആണെങ്കിൽ ആ ഒരു ബാഡ് ബൂവിനോട് ദേഷ്യപ്പെടും. മര്യാദയ്ക്ക് എന്റെ ഫ്രണ്ടിനെ വെറുതെ വിടുന്നതാണ് നിനക്ക് നല്ലത്. പക്ഷെ അതിന് ആ ബൂ തയ്യാറാവാതെ ഗുഡ് ബൂവിനെ ദൂരേക്ക് വലിച്ചെറിയും. അവന്റെ പവർ ഉപയോഗിച്ച് ഗുഡ് ബൂവിനെ അറഞ്ചം പുറഞ്ഞ് തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സൈറ്റാൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, നീ അത് കാണുന്നുണ്ടോ? ഞാൻ കാണുന്ന അതേ കാര്യം തന്നെയാണോ നീയും കാണുന്നത്? അതിന് ഗോക്കു പറയും, അതെ, ഗുഡ് ബൂ വളരെ വീക്കാണ്. ബാഡ് ബൂ അവനെ ഇഞ്ചിഞ്ചായി തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെജീറ്റ പറയും. കട്ട് ചെയ്ത വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇവിടെ ഡണ്ടയോട് ആജ്ഞാപിക്കും, എത്ര സമയമായി ഞാനിതിന് വെയിറ്റ് ചെയ്യുന്നു. ആ 2 വിഷ് ഇതുവരെ നീ കംപ്ലീറ്റ് ചെയ്തില്ലേ? എൽഡർ കായ്ക്കാണെങ്കിൽ ദേഷ്യം വരും, ഇത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്, നീ വെയിറ്റ് ചെയ്തേ പറ്റൂ. അല്പസമയം കഴിയുമ്പോൾ ഇപ്പോൾ ഡ്രാഗൺ ആണെങ്കിൽ അവരോട് പറയും, വെയിറ്റ് ചെയ്തതിന് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ 2 വിഷും കംപ്ലീറ്റ് ചെയ്തു. ആ കാര്യം ഡണ്ടയാണെങ്കിൽ വെജീറ്റയെ അറിയിക്കും. ഇതിനിടയിൽ വെജീറ്റയുടെ തലയിലുള്ള ഹെയില് അതങ്ങനെ റിമൂവ് ആയി പോവാണ്. ഗോക്കു ആണെങ്കിൽ അത്ഭുതപ്പെടും. ബാഡ് ആയിട്ടുള്ള പേഴ്സൺസ് തിരിച്ചു വരില്ല എന്ന് കരുതിയപ്പോൾ ഞാൻ കരുതിയത് നീയും വരില്ല എന്നാണ്, പക്ഷെ നീ തിരികെ വന്നു. ഇവിടെ ജനങ്ങളാണെങ്കിൽ അവർ തിരികെ ഭൂമിയിലേക്ക് എത്തിയത് കണ്ട് അത്ഭുതപ്പെടും. ഇതെങ്ങനെ സംഭവിച്ചു? ആ ബൂ എന്നെ ചോക്ലേറ്റ് ആക്കി മാറ്റിയതാണല്ലോ, അവിശ്വസനീയമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ അത്ഭുതപ്പെട്ട് പരസ്പരം നോക്കുന്നതും ചീച്ചിയും വിടലും അങ്ങനെ എല്ലാവരും ഇപ്പൊ ടെമ്പിളിലേക്ക് തിരികെ എത്തുകയാണ്. അവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ വെജീറ്റയോട് പറയും, നിന്റെ ഐഡിയ എനിക്ക് മനസ്സിലായി, ട്രങ്ക്സിനെയും കോട്ടനെയും ഗോഹാനും തിരികെ കൊണ്ടുവന്ന് അവനുമായിട്ട് അവർ ഒരുമിച്ച് ചേർന്ന് പോരാടാനല്ലേ നീ ഇപ്രകാരം ചെയ്തത്? അതിന് വെജീറ്റ പറയും, അതല്ല, നീ പറഞ്ഞത് തെറ്റ്. നമ്മൾ 2 പേരും ചേർന്ന് ആ സ്പിരിറ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിനക്കത് നന്നായിട്ട് ചെയ്യാൻ അറിയില്ലേ ചോദിക്കും. അത് കേട്ട് ഗോക്കു ഞെട്ടുകയാണ്. സൈറ്റാൻ ആണെങ്കിൽ ഗുഡ് ബൂവിന് കട്ട സപ്പോർട്ട് കൊടുക്കും. കമോൺ, അങ്ങനെ തന്നെ അവനെ വിടാൻ പാടില്ല, തല്ലി കൊല്ലണമെന്ന് പറയും. പക്ഷെ ഇവിടെ ബാഡ് ബൂ ആണെങ്കിൽ ഗുഡ് ബൂയെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. ബൂ ആണെങ്കിൽ ബാഡ് ബൂയെ തട്ടിത്തെറിപ്പിച്ച് അവനെ ചോക്ലേറ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ തെന്നി മാറും. അടുത്ത നിമിഷം അവിടെ വലിയൊരു പാറയിൽ ആ ഒരു പവർ ഹിറ്റ് ചെയ്ത് ആ പാറ മുഴുവൻ ചോക്ലേറ്റ് ആയിട്ട് മാറുകയാണ്. ഇവിടെ മനുഷ്യരെല്ലാവരും തിരികെ വന്ന കാര്യം മനസ്സിലാക്കിയ വെജീറ്റയാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഉറപ്പായാലും നിനക്കത് ചെയ്യാൻ കഴിയും. മനുഷ്യരുടെയും ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തി അത് ആർജിച്ചെടുത്ത് ആ സ്പിരിറ്റ് ബോംബ് ഉണ്ടാക്കി അവനെ തകർക്കാൻ പറ്റും. മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. സോ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഡ്രാഗൺ ആണെങ്കിൽ 3ാമത്തെ വിഷയം എന്താണെന്ന് ചോദിക്കും. ഡണ്ടയാണെങ്കിൽ വെജീറ്റയോട് 3ാമത് എന്ത് ചോദിക്കണം ചോദിക്കും. പിന്നെ വെജീറ്റ പറയും, എനിക്കിനി ഒന്നും ചോദിക്കാനില്ല, നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് കേട്ട് ഇപ്പൊ ഞെട്ടും. അയ്യോ, എനിക്ക് ചോദിക്കാൻ ഒന്നുമില്ല, എന്തെങ്കിലും ചോദിക്കാതെ ഇപ്പൊ പറ്റില്ല. വെജീറ്റ ആണെങ്കിൽ എൽഡർ കായോട് ഒരു സഹായം ആവശ്യപ്പെടും. ബാബിഡി അവൻ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളോടും സംസാരിച്ചതുപോലെ എനിക്ക് സംസാരിക്കണം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? അതിന് അദ്ദേഹം പറയും, ഇല്ല, അങ്ങനെ ഒരു കഴിവ് എന്റെ കയ്യിലില്ല. ഉടനെ കിങ്കായ് ആണെങ്കിൽ വിളിച്ചു പറയും, ഇത് ഞാനാണ് കിങ്കായ്, നിങ്ങൾ ചെയ്തത് ശരിക്കും വലിയൊരു കാര്യം തന്നെയാണ്. ഇത് തിരികെ പിടിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ഉറപ്പായും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരാൻ പറ്റും. ഭൂമിയിലുള്ളതല്ല, പ്രപഞ്ചത്തോട് മുഴുവൻ നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാനായിട്ട് കഴിയും. ആ ഒരു സ്പിരിറ്റ് ബോംബ് ഉണ്ടാക്കുന്നത് നല്ലൊരു ടെക്നിക്കാണ്. ഗോക്കുവിന് അത് പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. വെജീറ്റ നിനക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് പറയും. അത് കേട്ട് വെജീറ്റ ആണെങ്കിൽ കിങ്കായോട് താങ്ക്സ് പറഞ്ഞ് ഭൂമിയിലുള്ള ജനങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മളിപ്പോ വലിയൊരു ഏലിയന്റെ അറ്റാക്കിൽ പെട്ടുകിടക്കുകയാണ്. ഒരു തവണ നിങ്ങൾ എല്ലാവരും നശിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇനി അവനെ നശിപ്പിക്കണമെങ്കിൽ എല്ലാവരും മനസ്സ് വെക്കണം. നടന്ന കാര്യങ്ങളെല്ലാം വെറും സ്വപ്നമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ ഇതൊന്നും സ്വപ്നമല്ല, നടന്ന യഥാർത്ഥ കാര്യമാണ്. അത് കേട്ട് ഇപ്പോൾ സൈറ്റാൻ ആണെങ്കിൽ ഗോക്കുവിനോട് അവൻ എന്താ പറഞ്ഞത്? ഇത് സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണെന്നാണോ? ഗോക്കു ആണെങ്കിൽ അവനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയും. അവനാണെങ്കിൽ ശ്വാസം ഉറക്കെ പിടിച്ച് അങ്ങനെ വെജീറ്റ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കും. സൈറ്റാൻ ആണെങ്കിൽ നിർത്താതെ ഗോക്കുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ട പൂവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അവൻ ആക്ച്വലി എന്റെ ഫ്രണ്ടാണ്. ആ ദുഷ്ടം പൂവിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കേ. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കരുതെന്ന്? എനിക്കത് ചെയ്യണമെങ്കിൽ അല്പം കൂടെ പവറും സമയം ആവശ്യമാണ്. ഒരല്പസമയം കൂടെ വെയിറ്റ് ചെയ്യും, ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. വെജീറ്റ ആണെങ്കിൽ ജനങ്ങളോട് പറയും, ഇവിടെ ഒരു മനുഷ്യൻ നിങ്ങളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനും ഭൂമിയെ രക്ഷിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പവർ അത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായാലും ആ ഭൂവിനെ തോൽപ്പിക്കാനായിട്ട് കഴിയും. സോ
നിങ്ങൾ കൈ ഉയർത്തി നിങ്ങളുടെ പവർ കൊടുക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വളരെ ചെറിയ കാര്യം മാത്രമാണ്, കുറച്ച് പവർ. ചിലപ്പോൾ ഒന്ന് ബോധം കെട്ടേക്കാം, അതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ നിങ്ങളത് ചെയ്യണം. ബുൾമയ്ക്കാണെങ്കിൽ ആ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഇത് മറ്റാരുമല്ല, മരിച്ചുപോയ എന്റെ ഹസ്ബൻഡ് വെജീറ്റ തന്നെയാണെന്ന് പറയും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗോകുനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഈ ഒരു കാര്യത്തിലാണ് വെജീറ്റ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നീ എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിപരമായി ചെയ്തു. ഓക്കെ, ഇനി എത്രയും വേഗം ഈ ഒരു പ്രോസസ്സ് അത് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗോകു മുകളിലേക്ക് പോയി കൈ ഉയർത്തി എല്ലാവരുടെയും പവർ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. ഗോകുവാണെങ്കിൽ പവറുകൾ അബ്സോർബ് ചെയ്തെടുത്ത് ഇപ്പൊ സ്പീഡ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ പിക്കലോയ്ക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടും. വാവ് വെജീറ്റ, നീ ആദ്യമായിട്ട് നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറയും. ഇത് ശരിക്കും അടിപൊളിയാണെന്ന് പറയും. വെജീറ്റ ആണെങ്കിൽ പല്ല് കടിക്കും. ഇത്രയും പവർ പോരാ, ഇനി ഒരുപാട് പവർ വേണം. എല്ലാവരും കൈ ഉയർത്താനായിട്ട് അവൻ വിളിച്ചു പറയും. ബുൽമയും ചീച്ചിയും സ്കിങ്ങും മൊട്ടപ്പനും മൊട്ടപ്പന്റെ കുഞ്ഞും അങ്ങനെ ഓരോരുത്തരായിട്ട് കൈ ഉയർത്തി അവരുടെ പവർ ഗോകുവിന് സ്പീഡ് ബോംബ് ഉണ്ടാക്കാനായിട്ട് ദാനം ചെയ്യുകയാണ്. ഇവിടെ സുപ്രീം കായും ഡെൻഡയും എൽഡർ കായും എല്ലാവരും ഷോക്കാവും. വാവ്, ഇത്രയും കഴിവുകൾ ഇവർക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയും. ഇവിടെ ആ എൽഡർ ആണെങ്കിൽ ഡ്രാഗന്റെ അടുത്തേക്ക് വന്ന് ആദ്യത്തെ 2 വിഷ് നീ കംപ്ലീറ്റ് ചെയ്തോന്ന് ചോദിക്കും. അതിനാ ഡ്രാഗൺ പറയും ചെയ്തു. ഇനി 3ാമത്തെ വിഷ് അതെന്താണ് ചോദിക്കും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ ബൂ വലിയൊരു പവർ ഉപയോഗിച്ച് അവന്റെ വാ തകർക്കും. പക്ഷെ ബാഡ് ബൂ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ബാക്ക് ടു നോർമലായി ഇപ്പൊ വീണ്ടും അവനുമായിട്ട് പൊരിഞ്ഞു പോരാട്ടം. ബാഡ് ബൂ ആണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ കായ് വേൾഡ് ഒരു ഭാഗം തന്നെ നശിപ്പിക്കുകയാണ്. അത് കണ്ട് സുപ്രീം കായ് ഞെട്ടും. ഓ നോ, കായ് വേൾഡ് അത് നശിക്കാൻ പാടില്ല എന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ പൊട്ടിത്തെറിയിൽ അല്പദൂരം മുൻപോട്ടേക്ക് നീങ്ങുകയാണ്. വെജീറ്റ ആണെങ്കിൽ ദേഷ്യത്തിൽ പല്ല് കടിക്കും. ഗോകുവിന് ആ സ്പീഡ് ബോംബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഒരുപാട് സമയം ആവശ്യമാണ്. ആ ഒരു ഉണ്ടപ്പനാണെങ്കിൽ മരിച്ചും പോയി. ഇനി ആര് അവനെ തടഞ്ഞു നിർത്തുമെന്ന് ചിന്തിക്കും. അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആണെങ്കിൽ വീണ്ടും റീജനറേറ്റ് ചെയ്ത് 4 ഭാഗത്തൂടെ 4 ഗുഡ് ബൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വളഞ്ഞു നിൽക്കും. ഞാനാണെങ്കിൽ ഉടനെ അവൻ ഫൈറ്റ് ചെയ്യുന്നത് വെജീറ്റയ്ക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കും. ഇവിടെ ഗുഡ് ബൂ ആണെങ്കിൽ 4 ഭാഗത്തു നിന്ന് ബാഡ് ബൂവിനെ ഓറഞ്ചും പുറഞ്ചു വെട്ടിക്കും. അതേസമയം ഗോകു ആണെങ്കിൽ വെജീറ്റയോട് വിളിച്ചു പറയും, ഈ പിരിഡ് ബോംബ് കൂടുതലായിട്ട് വലുതാവുന്നില്ല, എന്തോന്ന് സംഭവിച്ചുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ തകർക്കാൻ ഈ ഒരു പവർ പോരാ. അത് കേട്ട് വെജീറ്റ ഞെട്ടും. ഇത്രയും സമയം കൊണ്ട് അത് ഫില്ലാവേണ്ടതായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ? അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ജനങ്ങളെ കാണിക്കും. അവരാരും തന്നെ ആ ഒരു ശബ്ദം കേൾക്കാനോ വിശ്വസിക്കാനോ തയ്യാറാവാതെ ഓരോ ഭാഗത്തൂടെ കടന്നു പോവുകയാണ്. ആണെങ്കിൽ ദേഷ്യം കൊണ്ട് പല്ല് കടിക്കും. ഈ വിഡ്ഢികളായ ജനങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടും അവർക്ക് കാര്യം മനസ്സിലായില്ലേ? അവരാരും എന്റെ വാക്ക് കേൾക്കുന്നില്ല. ഇവിടെ ഗോകുവും ഇത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുകയാണ്. ബാഡ് ബൂ ആണെങ്കിൽ ഇപ്പൊ ഗുഡ് ബൂവിനെ എടുത്തിട്ട് നിലത്താഞ്ഞടിക്കുകയാണ്. പക്ഷെ ഗുഡ് ബൂ വിട്ടുകൊടുക്കാതെ അവന്റെ പവറുകൾ അവന് നേരെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ആ പവർ ഉപയോഗിക്കാനായിട്ട് ഗുഡ് ബൂവിനെ കൊണ്ട് കഴിയില്ല. അത് മനസ്സിലാക്കിയ ബാഡ് ബൂ ആണെങ്കിൽ അവനെ വീണ്ടും ചവിട്ടി താഴേക്കിടും. ബോവിന്റെ അവസ്ഥ കണ്ട് സൈറ്റാൻ ആണെങ്കിൽ വെജീറ്റയുടെ കാല് പിടിക്കും. എന്റെ ഫ്രണ്ടിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കുക. അത് കേട്ട് വെജീറ്റയ്ക്ക് കലിയിളകി അവനെ തട്ടി തെറിപ്പിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഇനി ഞാൻ ആരോടും ഒന്നും പറയാനില്ല അത് പറയും. അത് കേട്ട് കിങ്കായ ആണെങ്കിൽ വെജീറ്റയോട് പറയും, ഈ സമയം ദേഷ്യപ്പെടാനുള്ളതല്ല, 10,000 കോടി ജനങ്ങളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് ഒന്നിപ്പിക്കാനുള്ള സമയമാണ്. വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് വീണ്ടും വീണ്ടും കൈ ഉയർത്താനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് കേട്ട് ഫ്രീസ ചിരിക്കും. ഓ, നിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലല്ലേ, നീ ഇങ്ങനെ ചോദിച്ചാൽ ആരും കൈ ഉയർത്താനായിട്ട് പോകുന്നില്ല. കിങ്കായും വെജീറ്റയെ ഉപദേശിക്കും, നീ ഇപ്രകാരം ദേഷ്യപ്പെട്ട് പറഞ്ഞ ആരും തന്നെ കൈ ഉയർത്താനായിട്ട് പോകുന്നില്ല. വെജീറ്റയ്ക്കാണെങ്കിൽ അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വീണ്ടും വീണ്ടും ജനങ്ങളോട് നിരന്തരമായിട്ട് കൈ ഉയർത്താൻ പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.